ഏറ്റെടുത്തവരാണ് നമ്മളൊക്കെ, അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചവരാണ്. എപ്പോഴും അവരെ പറയും, അതിന്റെ മുൻഗാമികൾ മഹത്തുക്കളൊക്കെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നു. ഓലേറ്റില്ല ബന്ധം പുറത്ത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, മുറിക്കാൻ പാടില്ല. അവരെ നമ്മൾ കണക്കിലെടുക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന മശായിഖന്മാരാണ് നമ്മുടെ മശായിഖന്മാർ. പാടത്തയിലെ മൂലയൊക്കെ ആണല്ലോ ഇപ്പൊ മൗലാന്റെ അടുത്ത കാലത്ത് പാടത്തയിലെ ഓരോക്കെ ഈ വകുപ്പ് കൂടി തന്നെയാണ് ഓരോക്കെ നമുക്ക് കൈ കാണിച്ചു തന്നത്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളിത് ഒരാൾക്ക് വേണ്ടിയിട്ടും 10 ആൾക്ക് വേണ്ടിയിട്ടും ആരും ഒരാളെ പേടിച്ചിട്ടൊന്നല്ല. നമ്മളെ മഹാന്മാര് മശായിഖന്മാരുടെ മാതൃക പിൻപറ്റിയിട്ട് ഉഖറവിയായിരിക്കുന്ന ആലിമീങ്ങളുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോ ഈ ദീനുണ്ടാക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ ശരീഅത്തല്ലേ ഉണ്ടാക്കുന്നത്? ഇതന്നെയല്ലേ ശരീഅത്ത്? 5 പേർ നമസ്കരിക്കാനും കിതാബോധാനും പഠിക്കാനും നാട്ടില് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ, നമ്മളെ സമസ്തക്കെതിരായിട്ട് ആരും തന്നെ ഒന്നും പ്രവർത്തിക്കരുത്, ആരും തന്നെ ശബ്ദിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഉപദേശം കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ നമ്മളിവിടുന്ന് പറഞ്ഞേക്കുന്ന ഇപ്പൊ കൂട്ടും ചെറുതൊക്കെ കൊടുത്തു. ഓല അതിനെതിരായിട്ട് നമ്മളെ ദീനിന് നമ്മളെ മഹാന്മാര് കാണിച്ചിരുന്ന ദീനിന് എതിരായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് കണ്ടാൽ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് അവര് പുറത്താക്കും. ഓർക്ക് പിന്നെ ഇതായിട്ട് ബന്ധമുണ്ടാവില്ല. അങ്ങനെ മുറുകെ പിടിച്ചിട്ട് ആ മാതൃക ഇൻഷാ അല്ലാഹ് എന്നും തുടരും. ആര് ഇതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ആർക്കും വേണ്ട, നമുക്ക് ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചാൽ ഞമ്മക്ക് വേണം. നമ്മൾ എന്നും സമസ്തക്കാരായിട്ട് ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? കാരണം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു, നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മുൻഗാമികളായിരിക്കുന്ന മഹത്തുക്കളുമായിട്ട് നിങ്ങൾ ഒരിക്കലും ബന്ധം മുറിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല, അവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, അവരുടെ ദീനിന് എതിരായിട്ട് നിങ്ങൾ ഇവിടെ ദീന് കൊണ്ടുവരാൻ പാടില്ല. അസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, അതിന് തെളിവാണ് അവരൊക്കെ അല്ലാഹുവിലേക്ക് മുൻകടന്നവരാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് മുൻകടന്നവരാണ്, അവരൊക്കെ അല്ലാഹുവിന്റെ അടുത്തിരിക്കുന്നവരാണ്. അസ്സാബിഖൂന സാബിഖൂൻ